ഹായ് എസ്എൽ ഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ ആകർഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക, അതിന് നമ്മളെ സഹായിക്കുന്ന സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ചിലപ്പോൾ കുറേ പേർക്ക് ഈ പറയുന്ന സൈനുകളൊക്കെ അനുഭവം ഉണ്ടായിരിക്കാം, കുറേ പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ബിക്കോസ് മനസ്സിലാക്കുക, നിങ്ങളെ ആരൊക്കെയോ സ്നേഹിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളെ ആകർഷിക്കണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. സോ സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊന്നല്ല, അവരെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും, ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അത് ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾ അവരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളെ തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ് ഇങ്ങനെ അവരുടെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആ ഒരു പേഴ്സണെ ഭയങ്കര തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സിറ്റുവേഷനൊന്നും അല്ല എന്നുണ്ടെങ്കിൽ, എന്നിട്ടും അവരെക്കുറിച്ച് ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത് അവർ നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുകയും നിങ്ങൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുക, മീൻസ് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ മനസ്സിലേക്ക് അവരെക്കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിരിക്കാം, ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതായത് ഇങ്ങനെ അവരെക്കുറിച്ച് ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുക, എന്ത് ചെയ്യുമ്പോഴും ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക, പക്ഷെ അറിയുന്നില്ല എന്തുകൊണ്ടാണ് അവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളത്. ചിലപ്പോൾ സ്വപ്നമൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് ആ ഒരു പേഴ്സണെ കുറിച്ച്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഇല്ലാതെ എനിക്ക് ലൈഫ് ലോങ് ജീവിക്കാൻ പറ്റില്ല. അതായത് ആ ഒരാൾ വേണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുകയാണ്, അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത. മേ ബി നിങ്ങൾക്ക് ആ ഒരു പേഴ്സന്റെ ഫേസ് ഒന്നും ഓർമ്മ വരുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, അയ്യോ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്ന പോലെ, അല്ലെങ്കിൽ എന്തോ ഞാൻ ഒറ്റയ്ക്കാവുന്ന പോലെയോ, അല്ലെങ്കിൽ ഞാൻ ആരോഗ്യം മിസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു പേഴ്സന്റെ മുഖമോ ഒന്നും വരുന്നുണ്ടാവില്ലേ മേ ബി, കാരണം നിങ്ങൾ ആ ഒരാളെ മിസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരാളെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആളുടെ ഫേസ് ഒന്നും മനസ്സിലേക്ക് ചിലപ്പോൾ വരുന്നുണ്ടാവില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാണ്, ഞാൻ അതായത് എനിക്ക് എല്ലാവരും എൻ്റെ ചുറ്റുമുണ്ട്, പക്ഷെ ഞാൻ ആരെയും മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തൊക്കെയോ ഈ സിറ്റുവേഷനിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ട്, ഭയങ്കര എന്തൊക്കെയോ ആരൊക്കെയോ മിസ് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുക, ഒറ്റപ്പെടുന്ന പോലെ ഫീൽ ചെയ്യുക, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സൺ, അത് ആരാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല, പക്ഷെ ഏതൊരു പേഴ്സൺ അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തതുപോലെ അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് ആ ഒരാള് നിങ്ങളെ തീവ്രമായി ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്, നിങ്ങളെ അട്രാക്ട് ചെയ്യണമെന്ന് ആള് ചിന്തിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവത്തിൽ വന്നിട്ടുണ്ടായിരിക്കും, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സന്തോഷം വരുന്നു, പെട്ടെന്ന് സങ്കടം വരുന്നു, എന്താണെന്നറിയില്ല, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണുന്നില്ല, പക്ഷെ ഇങ്ങനെ നിങ്ങളുടെ മൂഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, പെട്ടെന്ന് ചേഞ്ച് ആവുകയാണ്. കാരണമൊന്നും അറിയാത്ത നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് വിഷമം വരിക, അങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്, നിങ്ങൾക്കും അറിയില്ല ഞാൻ എന്തിനാണ് ഇപ്പം ഇങ്ങനെ സംസാരിച്ചതെന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് സന്തോഷമൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു മൂഡ് സ്വിങ്സ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് മറ്റൊന്നല്ല, അവർ നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹിക്കുന്നതിൻ്റെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കാണുന്നത് എന്നുള്ളത്. ഇനി ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ സ്മെല്ല് ഇങ്ങനെ വരും. സ്മെല്ല് വരുന്ന പറയുമ്പോൾ മേ ബി അവരെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലോ, അല്ലെങ്കിൽ അവരുടെ സ്മെല്ലൊക്കെ ആയിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു സ്മെല്ല്, അത് ഇടയ്ക്കിടയ്ക്ക് സ്മെല്ല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആളെ ഒന്നും ഓർമ്മ വരുന്നുണ്ടാവില്ല, പക്ഷെ ആ ഒരു സ്മെല്ല് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടാവും. പുറത്തേക്ക് എവിടേക്കെങ്കിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്മെല്ല് വരുന്നുണ്ടാവും എന്നുള്ളതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ആ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ മനസ്സിലാവും, അയ്യോ ഈ ഒരു സ്മെല്ല് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്, ഇത് അവരുടെ സ്മെല്ലായിരുന്നല്ലോ എന്നുള്ളതൊക്കെ ചിലർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടാവും. മറ്റു ചിലർക്ക് അങ്ങനെ ഓർമ്മയൊന്നും വരുന്നുണ്ടാവില്ല, പക്ഷേ നല്ല പരിചയമുള്ള സ്മെല്ല്, അതും ഇടയ്ക്കിടയ്ക്ക് ആ സ്മെല്ല് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു അനുഭവമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും മനസ്സിലാക്കേണ്ടത്, ആരോ നിങ്ങളെ തീവ്രമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ ആകർഷിക്കണമെന്ന് തീവ്രമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ ഒരാൾ, അതിപ്പോൾ ഏതാളാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവില്ല, പക്ഷേ ഏതോ ഒരാൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളോട് മേ ബി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പ്രപ്പോസ് ചെയ്ത പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ അവരിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് വല്ലാണ്ട് അവർ പാടുപെടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളതെന്ന് മനസ്സിലാക്കുക.
അപ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു പ്രപ്പോസലൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. എങ്ങനെയാണെങ്കിലും ആ ഒരാൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, മേ ബി മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഈ ഒരു സൈനുകൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു 3-4 സയൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എങ്കിലും ഇത് പലർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു അനുഭവമൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല, പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വരികയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ചാനലിൽ കൂടുതലായിട്ടും ഇടുന്നത് മോട്ടിവേഷൻ, സൈക്കോളജിക്കൽ വീഡിയോസ് ഒക്കെയാണ്. സോ അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്